പഴുവിൽ വിശുദ്ധ ആന്തോണിസിന്റെ തീർത്ഥ കേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ ഈ മാസം 17 മുതൽ 20 വരെ ആഘോഷിക്കും. തിരുനാളിന് മുന്നോടിയായുള്ള നവനാൾ തിരുകർമ്മങ്ങൾക്ക് ഈ മാസം 10-ന് തുടക്കമായി. ഈ വർഷവും വിപുലമായാണ് വിശുദ്ധ ആന്തോണിസിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിക്കുകയെന്ന് ഇടവക വികാരി ഫാദർ ഡോക്ടർ ജോബ് വടക്കൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ടോൾമിൻ മൊറേലി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഊട്ടുതിരുനാളിന് ഇക്കഴിഞ്ഞ 10-ന് കൊടിയേറി. ദീപാലങ്കാരം, സ്വിച്ച് ഓൺ കർമ്മം വ്യാഴാഴ്ച വൈകിട്ട് 5-ന് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഒല്ലൂർ പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ നിർവഹിച്ചു. 17-ന് വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടക്കുന്ന പ്രസുതേന്തി വാഴ്ച പൂച്ചിന്നിപ്പാടം ഇടവക വികാരി ഫാദർ ജിയോ പള്ളിപ്പുറത്തൂക്കാരൻ നിർവഹിക്കും. 18-ന് വൈകിട്ട് 4-ന് ഇടവക പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കൂട് തുറക്കൽ ശുശ്രൂഷയും തുടർന്ന് തീർത്ഥകേന്ദ്രത്തിലേക്ക് പ്രദക്ഷിണവും നടക്കും. കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള വള എഴുന്നള്ളിപ്പുകൾ വെള്ളി, ശനി ദിവസങ്ങളിൽ വൈകിട്ട് തീർത്ഥകേന്ദ്രത്തിൽ സമാപിക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10-ന് അടിമ സമർപ്പണം നടക്കും. രാവിലെ 10:30-ക്ക് ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന. മുക്കാട്ടുകര ഇടവക വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ മുഖ്യ കാർമ്മികനാകും. തൃശൂർ കാൽവരി സെമിനാരി റെക്ടർ ഫാദർ ഡോക്ടർ ജെയ്സൺ വടക്കൻ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 5-ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക പള്ളിയിലേക്ക് തിരുനാൾ പ്രദക്ഷിണവും തുടർന്ന് വിശുദ്ധ കുർബാനയുടെ ആശീർവാദവും നടക്കും. ശനിയാഴ്ച വൈകിട്ട് 7 മുതൽ രാത്രി 10 വരെയും ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയും നേർച്ച ഊട്ട് വിതരണം നടക്കും. തിങ്കളാഴ്ച രാവിലെ ഇടവക പള്ളിയിൽ പരേതർക്കായി വിശുദ്ധ കുർബാന അർപ്പിക്കും. വൈകിട്ട് 7-ന് ഗാനമേള അരങ്ങേറും. ഈ മാസം 26-ന് തിരുനാൾ 8-ാം ഇടം ആഘോഷിക്കുമെന്നും ഇടവക വികാരി അറിയിച്ചു. നടത്തുകൈക്കാരൻ ജെയിംസ് തട്ടിൽ, തിരുനാൾ ജനറൽ കൺവീനർ കൊമ്പൻ ജോസഫ് സ്റ്റാൻലി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഏപ്രിൽ 2017 വെള്ളി, ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ ആഘോഷം ഉണ്ടാകുകയാണ്. ഇത് ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും പങ്കുവെക്കലിൻ്റെയും അതുപോലെ തന്നെ ഉണ്ടാകലിൻ്റെയും ഒരു തിരുനാളായിട്ടാണ് ഇതിനെ എല്ലാവരും വിശേഷിപ്പിക്കുകയാണ്. എല്ലാവരെയും തിരുനാളിലേക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. തിരുനാൾ കൂടിയായിട്ടാണ് ഈ തിരുനാളിനെ വിശേഷിപ്പിക്കുക. കുറേയധികം പേരെ നേർച്ച ഭക്ഷണം കഴിക്കുവാനായിട്ട് വരും. അങ്ങനെ ഈ തിരുനാളിനോട് ബന്ധപ്പെട്ട വിശുദ്ധ കർമ്മങ്ങളിലും മറ്റ് ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത് വിശുദ്ധൻ്റെ മാധ്യസ്ഥം അനുഭവിക്കുവാൻ സാധിക്കുന്നതാകട്ടെ എന്ന അവസരത്തിലെ എല്ലാവരെയും